ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് വനിതകൾക്ക് മാത്രമായുള്ള പേഴ്സണൽ ലോൺ, പലിശ കാലാവധി എന്നിവ അറിയാം. സാമ്പത്തിക ആവശ്യങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത് വായ്പ എടുക്കുക എന്നതായിരിക്കും. എന്നാൽ വായ്പ ലഭിക്കുക എന്നുള്ളത് എളുപ്പമല്ല. എന്നാൽ ഇപ്പോൾ ഇതാ സ്ത്രീകൾക്കായി പ്രത്യേക ഓഫർ നൽകിയിരിക്കുകയാണ് രാജ്യത്തെ മുൻനിര ബാങ്കുകളിൽ ഒന്നായ HDFC ബാങ്ക്. 10.85% മുതൽ പലിശ നിരക്കിലാണ് വായ്പ അനുവദിക്കുന്നത്. ഈ വായ്പയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രത്യേകതയാണ് വായ്പാ തുക. HDFC ബാങ്ക് സ്ത്രീകൾക്കായി 50,000 രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു. അടുത്ത പ്രത്യേകതയാണ് കാലാവധി. വായ്പാ തുകയും സാമ്പത്തിക ആവശ്യങ്ങളും കണക്കിലെടുത്ത് കാലാവധി തിരഞ്ഞെടുക്കാം. 3 മാസം മുതൽ 72 മാസം വരെയുള്ള കാലാവധി അളവിൽ ലോൺ തുക തിരിച്ചടയ്ക്കൽ. അടുത്ത പ്രത്യേകതയാണ് രേഖകൾ. വലിയ പേപ്പർ വർക്കുകൾ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ലോൺ അനുവദിക്കുന്ന രീതിയിലാണ് HDFC ബാങ്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വായ്പ തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത പ്രത്യേകതയാണ് ഓൺലൈൻ സേവനം. സ്ത്രീകൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഈ വ്യക്തിഗത വായ്പയ്ക്കായി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അടുത്ത പ്രത്യേകതയാണ് വായ്പകൾ ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ. HDFC ബാങ്കിന്റെ ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായം 21-നും 60-നും ഇടയിലാണ്. അടുത്ത പ്രത്യേകത വരുമാനം. വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് പ്രതിമാസ ശമ്പളം 25,000 രൂപ ഉണ്ടായിരിക്കണം. ചില കേസുകളിൽ ബാങ്ക് ഇത് 50,000 രൂപ വരെ വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അടുത്ത പ്രത്യേകതയാണ് തൊഴിൽ. സർക്കാർ ജോലിക്കാരോ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ ആയിരിക്കണം. അതായത് കൃത്യമായ വരുമാനം ഉണ്ടായിരിക്കണം. അടുത്ത പ്രത്യേകതയാണ് പ്രവൃത്തി പരിചയം. ഈ വായ്പയ്ക്ക് യോഗ്യത നേടുന്നതിന് അപേക്ഷകർക്ക് അവരുടെ ജോലിയിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ കുറഞ്ഞത് 1 വർഷമെങ്കിലും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരിക്കണം. അടുത്ത പ്രത്യേകതയാണ് ക്രെഡിറ്റ് സ്കോർ. മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ അത് വായ്പ നേടാൻ സഹായിക്കും. 750-ന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ വായ്പ നിർബന്ധമായും ലഭിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായുള്ള പേഴ്സണൽ ലോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവിലേക്കായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നും വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.